പ്രിയമുള്ളവരെ, യഥാർത്ഥ വിശ്വാസി നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി ഒന്ന് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ദലു യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല അമല് ഏതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവമാണ്. പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങളായ നമുക്ക് ആരോടും വ്യക്തിവൈരാഗ്യമോ പകയോ വിദ്വേഷമോ ഉണ്ടാവരുത്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞ ധാരാളം നല്ല നല്ല സ്വഭാവങ്ങൾ അതൊരു വിശ്വാസിയിൽ ഉണ്ടാകുമ്പോഴാണ് അവൻ നല്ലൊരു യഥാർത്ഥ വിശ്വാസിയാവുന്നത്. നല്ല സ്വഭാവത്തോടുകൂടെ ആരോടും പെരുമാറാനും വർത്തിക്കാനും സാധ്യമായ എത്ര വലിയ ശത്രുവാണെങ്കിലും അവനെ മിത്രമാക്കി മാറ്റിയെടുക്കാൻ ആ നല്ല സ്വഭാവം ഉപകാരപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം, സിൽമൻ ഖത്അക്, നിന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് നീ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുക. ഇഅഫു അമ്മൻ ളലമക്, നിന്നോട് അക്രമം കാണിച്ചവന്, നിന്നോട് അനീതി കാണിച്ചവന്, നിന്നോട് മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുത്തിയവന്, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും നിന്നെ വിഷമിപ്പിച്ചവന്, അവന്റെ ഈ അക്രമത്തിനെതിരെ നിനക്ക് ശക്തമായി പ്രതിരോധിക്കാനുള്ള ആരോഗ്യമുണ്ട്. അതിനുള്ള ശക്തി ഉണ്ടായിരിക്കെ തന്നെ നിന്നെ ആക്രമിച്ചതുപോലെ തിരിച്ച് ആക്രമിക്കാതെ അവന് മാപ്പ് കൊടുക്കുക. അത് ഒരു നല്ല മുഅ്മിനായ മനുഷ്യന്റെ അടയാളമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഒരിക്കലും ആരോടും വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടാവരുത്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫ ശക്തനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു യുദ്ധവേളയിൽ ഒരു ശത്രുവിനോട് ശക്തമായി മൽപിടുത്തം നടത്തിക്കൊണ്ടിരിക്കെ അലി റളിയല്ലാഹു അൻഹു ശത്രുവിനെ വീഴ്ത്തി. എല്ലാ നിലക്കും ശത്രു പരാജയപ്പെട്ട് കീഴ്പ്പെട്ട് കിടക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ആ ശത്രുവിന്റെ നെഞ്ഞത്ത് കയറിയിരുന്നു. തന്റെ വാൾ ഊരി ശത്രുവിന്റെ തല എടുക്കാൻ ഒരുങ്ങുമ്പോൾ ശത്രുവിന് അനങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ ആ ശത്രു അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് കാർക്കളിച്ചു തുപ്പി. പെട്ടെന്ന് അലി റളിയല്ലാഹു അൻഹുവിന് വ്യക്തിപരമായി ദേഷ്യം വന്നു. അലി റളിയല്ലാഹു അൻഹു ഉടനെ ആ ശത്രുവിന്റെ നെഞ്ചിൽ നിന്ന് ചാടിയിറങ്ങി. ശത്രു അത്ഭുതപ്പെട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാ നിലക്കും എന്നെ കൊല്ലാനുള്ള അവസരം ലഭിച്ചിട്ടും എന്തുകൊണ്ട് എന്നെ കൊന്നില്ല? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് പോരാടുന്നത്. നീ എന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ നിന്നോട് എനിക്ക് വ്യക്തിപരമായി ദേഷ്യം വന്നു. ഈ നിലക്ക് നിന്നെ കൊലപ്പെടുത്തിയാൽ അള്ളാഹു എന്നോട് ആഖിറത്തിൽ വെച്ച് ചോദ്യം ചെയ്യും. എന്റെ വ്യക്തിപരമായ ദേഷ്യത്തിനെ കൊന്നതാണെങ്കിൽ റബ്ബ് എന്നെ ശിക്ഷിക്കും. അത് കാരണത്താലാണ് ഞാൻ ഒഴിഞ്ഞു മാറിയത്. ഇത് കേട്ടപ്പോൾ ആ ശത്രു പെട്ടെന്ന് ഇസ്ലാം സ്വീകരിച്ചു. അള്ളാഹു നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.